ഹലോ, എല്ലാവരും എന്തു പറയണു? നമ്മുടെ കുഞ്ഞു മീനുകളാണ് കേട്ടോ. നമ്മൾ രാവിലെ മീനുകൾക്ക് കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ മീനുകൾക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കൊരു മീൻ കറി വയ്ക്കാൻ പോവാം കേട്ടോ. ഈ മീനാണ് നമ്മളിന്ന് മീൻ കറി ആയിട്ട് വെക്കണത്. അപ്പം നമ്മൾ അതിന് ആവശ്യമായിട്ട് ആദ്യം കുറച്ച് പുളി നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് മൺചട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ട് പുളി ഒന്ന് തിളപ്പിച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ പുളി രസമൊക്കെ ഒന്ന് ഇറങ്ങി വരും. നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മീൻ നമ്മൾ വൃത്തിയാക്കി നുറുക്കി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ചട്ടിയിലല്ല കേട്ടോ വഴറ്റുന്നത്. ഇങ്ങനെ അടി കട്ടിയുള്ള മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഉലുവ ഒന്ന് പതുക്കെ പൊട്ടി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യും. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പം സവാളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കും. അതൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലേനെ ആക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ബൗളിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി, പിന്നെ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മളത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഒന്ന് കുഴമ്പൻ രൂപത്തിലാക്കി എടുക്കുക കേട്ടോ. ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് പൊടി കരിഞ്ഞു പോവാതെ നല്ല രീതിയിൽ വഴന്ന് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ പൊടികളെയൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ പൊടികളൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വഴന്ന് വന്ന് നമ്മുടെ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു അല്പം വെള്ളം ചേർത്ത് നമ്മുടെ മസാലയൊക്കെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം ഇതിൻ്റെ എണ്ണയൊക്കെ അത്യാവശ്യം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലേനെ നമ്മൾ മീൻ ചട്ടിയിൽ പുളി വേവിക്കാൻ വെച്ചിട്ടുണ്ടായില്ല, പുളി എടുത്ത് മാറ്റിയിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഈ മസാല ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മീൻ ചട്ടിയിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കറിയിൽ ആവശ്യത്തിന് പുളി ഉണ്ടാവും. ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഉപ്പും പുളിയൊക്കെ ഈ സമയത്ത് നമുക്ക് പാകത്തിനാക്കി വയ്ക്കാം. അപ്പോൾ അത്യാവശ്യം തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പം നമ്മുടെ മീൻ അത്യാവശ്യം തിളച്ച് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ കറി ഇത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് പുളി കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പുളിയെ ചെറിയ ചൂടോടുകൂടി തന്നെ അതിലേക്ക് ചേർത്താൽ മതി. നമ്മളിത് അതിനകത്ത് കറിവേപ്പിലേക്ക് ഇട്ട് നമ്മുടെ കറി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.